പത്തനംതിട്ട കൂടൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിലേക്ക് ആൽമരം വീണു. കുട്ടികൾക്ക് ക്ലാസ് മുറികളിലേക്ക് കയറാൻ സാധിക്കാത്ത വിധത്തിലാണ് മരം വീണ് കിടക്കുന്നത്. സ്കൂൾ മുറ്റത്ത് ആൽമരം വീഴാൻ കാരണം ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്നാണ് ആരോപണം. പ്രസാദ് MG ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും സ്കൂളിന്റെ മുകളിലേക്കാണ് ഇത്തരത്തിൽ ആൽമരം വീണ് കിടക്കുന്നത്. എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? ശക്തമായ കാറ്റാണോ ഈ ഒരു ആൽമരം വീണാൻ ഇടയാക്കിയ സാഹചര്യം? കാർത്തു, ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്നും കാറ്റിനോടൊപ്പം തന്നെയാണ് ഈ ആൽമരം സ്കൂളിന്റെ മുൻവശത്തേക്ക് മറിഞ്ഞു വീണത്. അപ്പോൾ ഇന്ന് പുലർച്ചെ അതുകൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവായി. കാരണം സ്കൂള് തുറക്കുന്ന സമയമായിരുന്നപ്പോഴത്തേക്കിന് നമുക്ക് വലിയ നാശനഷ്ടങ്ങൾക്കും അപകടത്തിനും ഇത് കാരണമായി. ഇന്നലെ ഈ പുലർച്ചയോടുകൂടിയാണ് ഈ ആൽമരം അവിടെ കടപുഴകി വീണത്. സ്കൂളിന്റെ ഫിറ്റ്നസ് രേഖപ്പെടുത്താൻ വേണ്ടി അധ്യയന വർഷം ആരംഭിക്കുന്നതിന് 2-3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടുന്ന് പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്കൂൾ കെട്ടിടങ്ങളും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെയൊക്കെ ഫിറ്റ്നസിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ആൽമരം ഇതിനോടൊപ്പം തന്നെ ചേർന്ന് 2-3 മരങ്ങളും കാലപ്പഴക്കത്താല് വെട്ടിമാറ്റണമെന്ന് PTA മറ്റുമൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ അത് കണ്ട ഭാവമേ നടിച്ചില്ല. പക്ഷെ അതിന്റെ ഒരു അനന്തര ഫലമായിട്ട് തന്നെയാണ് ഇന്നലെ പുലർച്ചെ ഉണ്ടായ മഴ ഇപ്പോഴും പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. ഈ കാറ്റിലും ഇടവപ്പാതയുടെ ഈ ശക്തമായ കാറ്റിലാണ് ഈ മരം ഈ സ്കൂൾ കെട്ടിടത്തിലേക്ക് മറിഞ്ഞു വീണത്. സ്കൂള് തുറന്ന് കുട്ടികളും അധ്യാപകരൊക്കെ എത്തിയപ്പോഴത്തേക്കിന് സ്കൂളിന്റെ ക്ലാസ് മുറികളിലേക്ക് കഴിയാത്ത ഇതിന്റെ മരച്ചില്ലയൊക്കെ വളരെയധികം വലിപ്പമായതിനാൽ ഉടൻ തന്നെ പത്തനാപുരത്തു നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സുകൾ എത്തി. ഇപ്പോൾ അറുത്തു മാറ്റിയതിനു ശേഷമാണ് കുട്ടികൾക്കും അധ്യാപകർക്കും മറ്റുമൊക്കെ അവിടെ കയറാൻ കഴിഞ്ഞത്. PTA ഇതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. കത്തു 2-3 ദിവസമായും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിർത്താതെ പെയ്യുന്ന മഴയുടെയും കാറ്റിന്റെയും അടിസ്ഥാനത്തിൽ പല ഭാഗത്തും ചെറിയ തോതിലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി തണ്ണിത്തോട് തേക്കുതോട് ഭാഗത്ത്, അതായത് മലയോര മേഖലയിലെ ഒരു പള്ളിയുടെയും മറ്റു ഒരു അനുബന്ധ സ്ഥാപനങ്ങളുടെ ഒരു മേൽക്കൂര ശക്തമായ കാറ്റിലൊക്കെ പറന്നു പോയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടങ്ങി. പ്രധാന ജലാശയങ്ങളിലൊക്കെ, അതായത് വൃഷ്ടിപ്രദേശത്ത്, ഈ മലയോര പ്രദേശത്തൊക്കെ ശക്തമായ മഴ പെയ്യുന്നതിനാൽ പ്രധാന നദികളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. നദീതീരങ്ങളിലൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ സേനയും അറിയിച്ചിട്ടുണ്ട്. കാർത്തു. ശരി, പ്രസാദ് MG ആണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീടിന്റെ മുകളിലേക്ക് വീണ് മേൽക്കൂര തകർന്നു. എരുമപ്പെട്ടി കാഞ്ഞിരങ്കോട് സ്വദേശി കൃഷ്ണറാവുവിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീടിന്റെ പുറകുവശത്ത് നിന്നിരുന്ന വലിയ തെങ്ങ് ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റ് മേഞ്ഞ ഭാഗം പൂർണ്ണമായും തകർന്നു. കുടുംബം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അപകട സമയത്ത് കൃഷ്ണറാവുവിന്റെ മകനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ K സതീഷ് കുമാറിന്റെ ഭാര്യയും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടി ഇറങ്ങിയപ്പോഴാണ് തെങ്ങ് കടപുഴകി വീണത് കണ്ടത്.